നമ്മളൊക്കെ ഉപയോഗിക്കുന്ന കീബോർഡ് ഗൂഗിളിന്റെ കീബോർഡാണ്. അധികം ആൾക്കാർ ഉപയോഗിക്കുന്നത് ഗൂഗിളിന്റെ കീബോർഡാണ്. കാരണം ഒരുപാട് ഫീച്ചറുകളുണ്ട്. നമ്മൾ തന്നെ ഒരുപാട് വീഡിയോ ചെയ്തിരിക്കും ഗൂഗിളിന്റെ കീബോർഡിനെ പറ്റി. ജി ബോർഡ് അല്ലെങ്കിൽ ഗൂഗിളിന്റെ കീബോർഡ്, അതിൽ തന്നെ ജി ബോർഡാണ് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുക. എന്നാൽ നമ്മളിപ്പം കുറേ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇപ്പം കുറച്ചിങ്ങനെ ഇത് കാണിച്ചു തരാം. ടൈപ്പ് ചെയ്യാട്ടോ, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഫോണ്ടുകൾ, പലതരം ഫോണ്ടുകൾ നമുക്ക് ഇടയ്ക്ക് കൂട്ടണം എന്ന് തോന്നിയാൽ എന്താ ചെയ്യുക? അടിപൊളി പരിപാടി ഉണ്ട്. ഞാനിപ്പോൾ ഇതിൽ ഫോണ്ട് മാറ്റുന്നതെന്ന് നോക്കിക്കോ. ഈ താഴെയുള്ള ഈ ഗ്ലോബിൻ്റെ പോലത്തെ ഈ പന്ത് പോലത്തെ ഒരു വട്ടക്കണ്ണി പോലത്തെ ബട്ടയില്ലേ, അതൊന്ന് ലോങ് പ്രസ് ചെയ്യുന്ന നേരം കീബോർഡ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതിൽ ഫോൺസ് എന്ന് കാണും, സെലക്ട് ചെയ്ത് കൊടുത്ത് അതിനുശേഷം എനിക്ക് എഴുതേണ്ടത് ഇതാ ഇവിടെ എങ്ങനെ കണ്ടോ, ഇഷ്ടം പോലെ ഫോണ്ടുകൾ, പലതരം ഫോണ്ടുകൾ. ഇപ്പോൾ ഇതിലൊന്ന് എഴുതി നോക്കട്ടെ. അതൊരു ഫോണ്ട്, വേറെ ഒന്ന്. അപ്പോൾ നമുക്ക് കുറേ എഴുതുകയൊക്കെ ചെയ്യുന്ന നേരം അതിൻ്റെ ഇടയ്ക്ക് ചില വാക്കുകൾ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ, പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ പ്രത്യേക ഫോണ്ടുകളിലൊക്കെ കൊടുത്താൽ, ഇപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ പ്രത്യേക ഫോണ്ടുകളിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും. പിന്നെ നിങ്ങളൊരു കമൻറ്റൊക്കെ ഇടുന്ന നേരം, ഒരുപാട് കമൻറ്റ് വരുന്ന ഒരു വീഡിയോൻ്റെ ചോട്ടിലെ ഒരു പോസ്റ്റിൻ്റെ ചോട്ടിലൊരു കമൻറ്റ് ഇടുന്ന നേരമൊക്കെ അത് ഒരു വ്യത്യസ്തമായ ഫോണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും. ഇങ്ങനെ പല സമയത്തും നമുക്ക് ഉപകാരപ്പെടുന്നതാണ് ഈ ഫോണ്ടുകൾ. നമ്മൾ ഉപയോഗിക്കുന്ന കീബോർഡിൽ ഡീഫാൾട്ടായിട്ട് ഈ ഓപ്ഷൻ ഇല്ല. പിന്നെ ഇതിവിടെ അങ്ങനെ വന്നതല്ലേ, ഇത് മറ്റൊരു കീബോർഡാണ്. ജി ബോർഡിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന കീബോർഡിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കീബോർഡ്. ഇതെങ്ങനെ സെറ്റ് ചെയ്യുക? ഇതിന് നമുക്ക് ഫോൺസ് എന്ന് പറയുന്ന ഒരു കീബോർഡ് ആപ്ലിക്കേഷൻ തന്നെ വേണം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. എങ്ങനെ അത് സെറ്റ് ചെയ്യാൻ നോക്കുക. ഒരു വലിയ അക്ഷരവും ഒരു ചെറിയ അക്ഷരവും എ എന്ന് എഴുതിയത്, അതാണ് ഈ കീബോർഡിൻ്റെ ഐക്കണ്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് കാണും, അത് കൊടുക്കുക. ഇവിടെ നമുക്ക് സ്വിച്ച് ടു ഫോൺസ് എന്നുള്ള ഈ ഭാഗം ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക, അതായത് ഫോണ്ടിലേക്കായി കൊടുക്കുക. കഴിഞ്ഞ് പിന്നെ ഇതിലുള്ളത് ഭാഷ സെലക്ട് ചെയ്യലാണ്. ഇംഗ്ലീഷ് ഡീഫാൾട്ടായിട്ട് ഉണ്ടാവും. നമ്മളെ മലയാളം ഇതിൽ കിട്ടിയാൽ മലയാളത്തിൻ്റെ ഫോണ്ട് കിട്ടിയാൽ ഇംഗ്ലീഷ് ഫോണ്ടാ കിട്ടും. വേറെ ഒന്നും ഇതിൽ ചെയ്യേണ്ടിയില്ല. അതിനുശേഷം നമ്മൾ എവിടെ എഴുതുന്നതായാലും അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കീബോർഡിൻ്റെ കൂട്ടത്തിൽ ലാംഗ്വേജ് മാറ്റാനുള്ള ഒരു സ്വിച്ച് ഉണ്ടാവും, ഒരു കീ ഉണ്ടാവും ഇവിടെ ഗ്ലോബിൻ്റെ. അതൊന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോൺസിലേക്ക് മാറാം. ആവശ്യമുള്ള ഫോണ്ട്, ആവശ്യമുള്ള ലെറ്റർ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമ്മളെ സാധാ കീബോർഡിലേക്ക് വീണ്ടും പോവാം. എളുപ്പം മാറ്റുകയും ചെയ്യുക, എളുപ്പത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുക. അപ്പോൾ ഈ കീബോർഡ് ഉപയോഗിച്ച് നോക്കുക വെച്ചാൽ ആ കീബോർഡ് ഉപയോഗിച്ച് നമ്മളെ വീഡിയോൻ്റെ താഴെ ഒരു കമൻറ്റൊക്കെ ഇട്ടോ, അടിപൊളി ആയിക്കോട്ടെ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൊടുത്തേക്കും, നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.